ഇത് ഈ കാണുന്നത് ലൈഫ് ലൈൻ NIC ആണ്. ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബൈ അഡ്മിഷൻ വൈസും ഏറ്റവും കൂടുതൽ പ്രിമച്ചർ ബേബീസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റർ എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ NIC ആണ്. ഈ കാണുന്ന കുട്ടികൾ വളരെ ഭാരം കുറഞ്ഞതും ഏകദേശം 25 ആഴ്ച മാത്രം വളർച്ച പ്രാപിച്ച കുട്ടികളാണ്. ഇവിടെ ജനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ കുട്ടികളിവിടെ ജനിച്ചത്. 6 വർഷത്തെ മാരേജ് ലൈഫിന് ശേഷം 31 വയസ്സുള്ള ബിന്ദുവിനും 39 വയസ്സുള്ള സുരേഷിനും കൂടി ഉണ്ടായ ഇരട്ട കുട്ടികളാണിത്. ആദ്യം ഗർഭം ധരിച്ചുവെങ്കിലും അത് മിസ്ഡ് അബോർഷനായി പോവുകയായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയാണ്. ഇത് 25 ആഴ്ച മാത്രം വളർച്ച പ്രാപിച്ചപ്പോൾ മദറിൻ്റെ യൂട്രസിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്യുകയും അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 8-ാം തീയതി അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ 16-ാം തീയതി നോർമൽ ഡെലിവറിയിലൂടെയാണ് ഈ കുട്ടികൾ ജന്മമെടുത്തത്. ഗർഭപാത്രത്തിൽ നിന്നും വെള്ളം പൊട്ടിപ്പോയത് കാരണം, വെള്ളം ലീക്ക് ചെയ്ത് കാരണം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. മദറിന് ആൻറ്റിബയോട്ടിക്, കുട്ടിയുടെ ശ്വാസകോശം മെച്ചറാകാനുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ നൽകുകയുണ്ടായി. അങ്ങനെ 16-ാം തീയതി ഈ കുട്ടികളിവിടെ ജനിക്കുകയായിരുന്നു. ഇതിൽ ആദ്യത്തെ കുട്ടി 505 ഗ്രാമും 2ാമത്തെ കുട്ടി 540 ഗ്രാമും മാത്രമാണ് ഉണ്ടായിരുന്നത്. 25 ആഴ്ച മാത്രമേ വളർച്ച പ്രാപിച്ചിട്ടുള്ളായിരുന്നു. കുട്ടികൾ ഇവിടെ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ എത്തിയത്. 2 കുട്ടികളും കരഞ്ഞിരുന്നില്ല, അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നില്ലായിരുന്നു. ആദ്യത്തെ കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു, അതുപോലെ ശ്വാസം നിർത്തിക്കളയുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടായിരുന്നു. അപ്പം ആ കുട്ടിയെ നമ്മൾ ഓക്സിജൻ നൽകുകയും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഈ വാമറിലൂടെ കൊടുക്കുകയും, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ ഈ കുട്ടിയുടെ വെയിറ്റ് ഇപ്പോൾ ഗ്രാജ്വലി ഗെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 505 ഗ്രാമായിരുന്ന കുട്ടി ഇപ്പോൾ ഏകദേശം 540 ഗ്രാമായി. ഇപ്പോൾ ഈ കുട്ടി റിസീവ് ചെയ്യുന്നത് ഒരു 1/3 അമ്മയുടെ പാല് തന്നെയാണ്. ഇത് 2ാമത്തെ കുട്ടിയാണ്. ഈ കുട്ടി വരുമ്പോഴും വളരെയധികം ശ്വാസമുട്ടലും ശ്വാസതടസ്സവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ വെന്റിലേറ്റ് ചെയ്യും, പിന്നെ ഓക്സിജൻ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ വാമർ വഴി ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ കുട്ടി വെന്റിലേറ്ററിൽ 4 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. കൂടാതെ ഈ കുട്ടിക്ക് BP ഫാൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മളതെല്ലാം സെറ്റിൽ ചെയ്യും. ഇപ്പോൾ ഈ കുട്ടി തന്നെയാണ് ശ്വാസം എടുക്കുന്ന, വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ തന്നെയാണ് ശ്വാസം എടുക്കുന്നത്. അതുകൂടാതെ ട്രീറ്റ്മെൻറ്റിലൂടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് വെച്ചാൽ 640 ഗ്രാമാണ്. ജനിച്ചപ്പോൾ 540 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.